of precious metals and pearls. ഭവനം രത്നക്കല്ലുകളാലും മുത്തിനാലും പണിതെടുത്തത്. പുതുസൃഷ്ടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുവൻ പുതു സൃഷ്ടിയാകാണ് ക്രിസ്തുവിൽ. ഇതൊരു വടംവലിയാണ്, ജീവനും മരണവും കൂടെയുള്ള യുദ്ധമാണ്. അതിൽ എൻ്റെ ഇപ്പോഴത്തെ ജോലി ദൈവമക്കളായിട്ട് തിരഞ്ഞെടുക്കുന്നവരെ ദൈവം മാനിക്കും. അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടി കുറ്റിയിരുന്ന് പ്രാർത്ഥിച്ച് അവരെ യേശുവിലാക്കണം. ഒരാൾ വേറൊരാൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കും. യേശു പോലും പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് ദൈവമേ ക്രൂശിലൊന്നും കയറല്ലേ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ യേശു സാത്താനെ മാറി നിൽക്കുകയെന്നാണ് പറഞ്ഞത്. പത്രോസിനെ അല്ല, സാത്താൻ പിശാച് പത്രോസിൽ കയറിയവനെ അടിച്ചു മാറ്റി. അപ്പോൾ എന്നിട്ട് യേശു പറയുന്നുണ്ട്, പിശാച് നിന്നെ പതിര് പോലെ പാറ്റാൻ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. നീ പോയിട്ട് തിരിച്ചു വരുമ്പം സഭയെ പണിയണം. അല്ലാതെ ഈ പരീക്ഷണത്തിൽ കൂടെ പോകുന്നു ചില മക്കളുണ്ടല്ലോ, വഴി തെറ്റിപ്പോയി അങ്ങ് പോയി, ഇനിയൊരു കാര്യമില്ല, തീരുമാനം തീർന്നെന്ന് പറയുമ്പോൾ ഓർക്കണേ, നമ്മളത് പറയല്ലേ, അവിടെ ദൈവം തുടങ്ങാൻ പോവുകയാണ്. ഒരു ബോള്, നമ്മൾ ബോൾ കളിക്കുന്നവർക്ക് ബോൾ കളിക്കുക ഹിറ്റായിട്ട് നമ്മൾ ആഞ്ഞ് ബോൾ താഴോട്ട് അടിക്കുകയാണെങ്കിൽ അത് നിലത്ത് നല്ല കട്ടിയുള്ള നിലത്താണ് കൊള്ളുന്നതെങ്കിൽ അതേ ശക്തിയിൽ പൊങ്ങി തിരിച്ചു വരും, ബൗൺസ് ബാക്ക്. അപ്പോൾ എത്ര താഴോട്ട് പോയാലും ഒക്കിയെടുത്ത് വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ തലമുറകളെ സൂക്ഷിക്കാൻ അവൻ വിശ്വസ്തനാണ്. നമ്മൾ നോക്കിയില്ലേ, ഈ 12 ഗോത്രങ്ങളെക്കുറിച്ച് ഓടി ഒറ്റയൊരെണ്ണവും ചൊവ്വള്ളമില്ലായിരുന്നു. എല്ലാത്തിനും അവരവരുടെ ബലഹീനതയുണ്ട്. പക്ഷെ അവരെ എല്ലാം ഒരു മോശയെ കൊണ്ടാണ് ദൈവം ഫറവോൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. പുതിയ നിയമത്തിൽ നമ്മളെ ഓരോരുത്തരും രക്ഷിക്കുന്ന ജീവനുള്ള ദൈവത്തെ കൊണ്ടാണ്, പുത്രനെ കൊണ്ടാണ്. ആ പുത്രൻ തമ്പുരാൻ തൻ്റെ രക്തം കൊടുത്ത് മറുവിലയായിട്ട് കൊടുത്ത് വാങ്ങിച്ചതാണ്. രക്തം അങ്ങോട്ട് കൊടുത്തിട്ടാണ് എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചതെന്ന് ഓർക്കണം. നമ്മളെ അങ്ങനെ വാങ്ങിച്ചെന്നുള്ള ഉറപ്പ് വരുമ്പോൾ പിന്നെ ഡിക്ലറേഷനാണ്, എൻ്റെ മക്കളെ കോപിയാൽ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ, എൻ്റെ സന്തതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. വടക്കിനോട് തടുത്തു വെക്കല്, തെക്കിനോട് കൊടുക്കുക എന്ന ശബ്ദം വരും. എൻ്റെ മക്കളുടെ തലമേൽ നിൻ്റെ കൈ, നിൻ്റെ ഭയങ്കരമായ കൈകൾ വെച്ചിരിക്കുന്നു. അതർത്ഥാവേ, നിൻ്റെ കൈ എൻ്റെ തലമേൽ വെച്ചിരിക്കുന്നു. എനിക്കിത് മനസ്സിലാകുന്നു, ഇത് അത്യന്തം എനിക്ക് അഗോചരമത്രേ. സങ്കീർത്തനം എനിക്കിത് മനസ്സിലാകുന്നില്ല, പക്ഷെ നീ എൻ്റെ ഇടതും വലതും മുൻപും പിൻപും അടച്ചില്ല. എന്തിനാ അടയ്ക്കുന്നത്? എന്തിനാ ദൈവം അടയ്ക്കുന്നത്? പണിതെടുക്കാൻ. നീ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ അടയ്ക്കപ്പച്ച. ഞങ്ങളുടെ ഒരു കൂട്ടുകാരി സൗദി അറാംകോയിൽ വെച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മകൻ അമേരിക്കയിൽ പ്രായമുള്ള പിള്ളേരെ കൊണ്ടുവരാനൊക്കത്തില്ല. അപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മകനെ ജയിലിൽ പിടിച്ചിട്ടു. എന്തോ ഡ്രങ്ക്സിനോ ഏതാണ്ട് പ്രോബ്ലത്തിനോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന. അപ്പോൾ അവർ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഇങ്ങനെ, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ ജയിലിലാണ്. നമ്മളാണെ പറയുമോ ജയിലിലാണെന്ന്? അവർക്ക് ആ കുഞ്ഞിൻ്റെ രക്ഷയാണ് ആവശ്യം. അപ്പോൾ എൻ്റെ മോൻ ഇപ്പോൾ ജയിലിലാണ്, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ അവൻ ആ ജയിലിൽ തന്നെ കിടക്കണം. ഞാൻ വിചാരിച്ചു എന്തൊരു പ്രാർത്ഥനയാണ്. അവരിങ്ങനെയാണ് അവരാ ജയിലിൽ തന്നെ കിടക്കണം. അവിടെ ആരെങ്കിലും ദൈവമക്കൾ ചെന്നിട്ട് അവനെ ദൈവത്തിലാക്കുന്നിടം വരെ അവിടെ തന്നെ കിടക്കണം. അത് കഴിഞ്ഞിട്ട് അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയാലും അവന് നല്ല കൂട്ടുകാരില്ലാത്തിടം വരെ അവിടെ കിടക്കട്ട് കർത്താവേ. നല്ല ശക്തമായ പ്രാർത്ഥനയല്ലേ. അവരൊക്കെ വീട് പണിയുമെന്ന് ആ മകൻ ശുദ്ധിയായിട്ട് അങ്ങനെ ആ ജയിലിൽ പിന്നെ ഏതോ ഒരു പ്രിസൺ മിനിസ്റ്റേഴ്സ് അങ്ങനെയുള്ള ഒരു പാസ്റ്ററോ ആരോ അച്ഛനോ ചെന്നിട്ട് ഇവനെ അനുതാപിച്ച് അവന് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അവൻ പിന്നെ ദൈവവേല ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചില അമ്മമാർ പിടിയെ നിൽക്കുന്നുണ്ടെ അവർ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്, അവരെടുക്കുമെന്ന് എന്നോട് പറഞ്ഞു അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണോ എന്ന് ഞാനൊന്ന് ചോദിച്ചു. ഇല്ല പ്രാർത്ഥിച്ചോ, എന്ത് പ്രശ്നം വന്നാലും ഞാനത് ഏറ്റെടുത്തോളാം. ആ ചങ്കൂറ്റം ഒന്ന് കാണണം. ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 2-3 ആഴ്ച ഒന്നിൻ്റെ പുറകെ പ്രോബ്ലം ആയിരുന്നു. നമ്മൾ വിചാരിക്കും അയ്യോ പൊന്നപ്പച്ച നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചൊന്ന് ഉള്ളതിൽ കൂടുതൽ പ്രശ്നമായല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അഴിച്ചു പണിയാതെ ദൈവം ഒരിക്കലും വീട് പണിയത്തില്ല. അഴിച്ചു പണിയണം അവൻ അഴിച്ചു പണിത്. ഇന്ന് അവരുടെ മകൻ യേശുവിലായിട്ട് സാക്ഷ്യം പറയുന്ന നമ്മുടെ ഗ്രൂപ്പിനകത്ത് എഴുതിയിടുന്നതാണ്. എന്തൊരു മനോഹരമായ. അപ്പോൾ വീട് പണിയുന്നത് ഇപ്പം എന്തുകൊണ്ടായിരിക്കണം? തങ്കം കൊണ്ട് അല്ലെ സ്വർണം കൊണ്ട്, രണ്ടാമത്തേത് പ്രഷ്യസ് മെറ്റൽസ്, മൂന്നാമത്തേത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ദൈവത്തിൻ്റെ വിലപേറിയ രക്തം കൊണ്ടും മുത്തുകളാലും. ഈ മുത്തുകളെക്കുറിച്ച് പറയുമ്പോൾ ഇനി അല്പം കൂടെ വായിക്കാം കുറച്ച് ഭാഗങ്ങളിനകത്ത്. ദൈവത്തിൻ്റെ ഈ പിന്നെ വെളിപ്പാട് 21
21 വീട് 22 ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആത്മാവിൽ കാണണേ, ഇത് ജഡത്തിൻ്റെ അല്ല അനുഭവം. കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അതായത് വരിക, കുഞ്ഞാടിൻ്റെ കാന്തയെന്ന് മണവാട്ടി എന്ന സഭയാണ്. ആ സഭയിൽ നമ്മളാണ് അതിൻ്റെ അംഗങ്ങൾ. നമ്മളില്ലാതെ ഒരു വീട് പണിതേച്ച് വീട്ടിൽ മക്കളില്ലെങ്കിൽ എന്തൊരു ഗോസ്റ്റ് ഹൗസ് എന്ന് പറയത്തില്ല. നമ്മളാണ് വീടിൻ്റെ ഉടമസ്ഥർ, വീടിൻ്റെ അലങ്കാരം മക്കളാണ്. അപ്പോൾ അർത്ഥാണ് അവൻ തന്നെ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു മന്മലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങി വരുന്നു. അങ്ങോട്ടല്ല പോയത്, ഇത് ഇങ്ങോട്ട് ഇറങ്ങിയാൽ വരുന്നു. നമ്മളെപ്പോഴും അങ്ങോട്ട് പോകണം. നമ്മൾ കണ്ണിങ്ങനെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ അങ്ങ് കയറി ചെന്നിരിക്കുക. കർത്താവ് പറയുന്നത്, എൻ്റെ മോളെ എന്നെ താഴോട്ട്, ഞാൻ നിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, ഞാൻ നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മായിട്ട് വസിക്കുകയാണ്, എന്നെ കാണ് നിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇത് എന്തൊരു കോൺട്രഡിക്റ്ററിയാ ഇല്ലേ? കർത്താവ് ഉള്ളിൽ ആത്മാവുണ്ട്, നമ്മളിപ്പോഴും വരണേ പ്രാർത്ഥിക്കുക, കർത്താവ് ലഭിക്കണേ, തരണേ. കർത്താവ് ഭാഗത്തിരിപ്പുണ്ട്. ഇവിടോട്ട് നോക്കിയാൽ മതി. ഇത്ര ദൂരമേ ഉള്ളൂ, തലയ്ക്കകത്തുനിന്ന് ഇത്ര ദൂരം, ഹാർട്ടിലോട്ട്. ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാ പറയുന്നില്ലേ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവ ഉറവ പുറത്തോട്ട് വരും. അപ്പം നഗരത്തെക്കുറിച്ച് ഇതിനകത്ത് എക്സ്പ്ലനേഷൻ 21 നിങ്ങൾ വായിച്ചു നോക്കാം. എന്നാലേ ഞാനിവിടെ പറയുന്ന തങ്കത്തിൻ്റെയും കരുത് മതിലിൻ്റെ പണി എന്താണ്, മനുഷ്യൻ്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. 140 സമചതുരമാണ്. അപ്പോൾ ഏകദേശം ഒരേ അളവാണ് ഈ വലിയ ഭവനത്തിനുണ്ടാക്കിയിരിക്കുന്നത്. അതായത് നഗരമാണിത്. നഗരം ഭവനം തന്നെയാണ് ദൈവത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ പറയും, മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരം എന്തുകൊണ്ടുണ്ടാക്കിയ? തങ്കം കൊണ്ട്. ആരുണ്ടാക്കി? നമ്മളിവിടെ നിന്ന് ചെയ്യുന്ന പ്രവൃത്തി. നഗരം അതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ച്. ഇത് നല്ലതാണ്, സ്ത്രീകൾക്ക് ഇത് ഇഷ്ടപ്പെടും. അതുകൊണ്ടൊന്ന് വായിക്കാം. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്പരാഗം, പത്താമത്തേത് വൈദൂര്യം, പിന്നെന്താ 11ാമത്തേത് പത്മരാഗം, 12ാമത്തേത് സുഗന്ധിരത്നം. വില അറിയാമോ? വൈദൂര്യം മാത്രമേ ഡയമണ്ട്, ബാക്കിയുള്ള ചിലതെങ്കിലും അറിഞ്ഞത്. ഇതൊക്കെ ചില വക്കീലന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹൈക്കോർട്ടിൽ. അവരുടെ കയ്യിൽ വലിയ മോതിരം ഇട്ടേക്കും. 9 കല്ല് അവരുടെ കയ്യെ കാണും മോതിരം. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, അത് നവരത്നമാണ്, ഇതുകൊണ്ടെല്ലാം അനുഗ്രഹം കിട്ടുമെന്ന് അവർ വിചാരിക്കും. ദേ വേർ ഓൾ ഫേമസ് ലോയേഴ്സ്, വെരി ഗുഡ്. പക്ഷേ അവർ ജാതികൾക്ക് വേറെ വിശ്വാസമാണല്ലോ. പക്ഷെ നമുക്ക് പറയുന്നത് ഇതുകൊണ്ട് ഭവനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എത്ര കല്ലുകളാണ് അത് കഴിഞ്ഞിട്ട് 12 ഗോപുരം, 12 മുത്ത്. 12 മുത്ത് എന്താണ്? വാതിലാണിത്. 12 ഗോപുരം, ഓരോ ഗോപുരം ഓരോ മുത്തു കൊണ്ടുള്ളതും നഗരത്തിൻ്റെ വീതി സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായി. അപ്പോൾ തങ്കവും പേളുമാണ്. മുത്തിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇതിനകത്താണ് വാതിൽ തുറന്നു വെച്ച് വാതിലുണ്ടാക്കി. അത് ഇടിഞ്ഞു പോകൂല. മന്ദിരം അതിൽ കണ്ടില്ല. ഞാൻ പറയുന്നില്ല, മന്ദിരം ദൈവമായി മാറുക. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നത്. കണ്ട, കറക്റ്റല്ലേ? ഇത് ആത്മാവുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഇന്ന് എൻ്റെ വചനം കേൾക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് പണിയുന്നത്? നിങ്ങൾ മുത്തുകൊണ്ടാണോ, അതോ സ്വർണം കൊണ്ടാണോ, അതോപോലെ തന്നെ മുത്ത്, സ്വർണം, പ്രഷ്യസ് മെറ്റൽസ് ഇത്രയും വായിച്ചു കഴിഞ്ഞു, അതോ കച്ചിത്തുരുമ്പ് കൊണ്ടാണോ, അതോ മഡ് കൊണ്ട്, ചെളി കൊണ്ടാണോ? ഈ ഭൂമിയിലെ സാധനങ്ങൾ കൊണ്ടൊന്നും സ്വർഗത്തിൽ ഈ ശുദ്ധിയാക്കാത്ത ഒരെണ്ണം കൊണ്ടും സ്വർഗത്തിൽ പണിയുന്നില്ല. സോ ഇതിനൊരു മരണം ആവശ്യമുണ്ട്. എൻ്റെ ജഡം, എൻ്റെ ആത്മാവ് തീ കത്തിയിട്ട് ദൈവത്തിന് ഉയരത്തിലുള്ളത് ചിന്തിച്ച് പണിയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, ഇഷ്ടികകൾ, സ്വർണത്തിൻ്റേതും അതുപോലെ തന്നെ മുത്തിൻ്റേതും അതുപോലെ തന്നെ പ്രഷ്യസ് ആയിട്ടുള്ള കല്ലുകളും കൊണ്ട് ദൈവമുണ്ട്. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. അവിടെ സൂര്യനും ചന്ദ്രനും അല്ല വെളിച്ചം. ഞാൻ പറയുന്നത്, പുതിയ സൃഷ്ടിയാകുന്ന നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട്. എത്ര ഇരുട്ടി കടന്നാലും നമുക്കറിയാം. ഇപ്പോൾ എത്ര ഇടിമിന്നൽ നമ്മുടെ അടുക്ക കൂടെ പോലും നമ്മളെ തൊടുകയില്ല. കാരണം എന്താ? അത് ശത്രുവിനെ കൊല്ലും, നമുക്ക് വെളിച്ചം. ചെങ്കടൽ 2ആയിട്ട് പിളർന്നു. ദൈവജനത ഉണങ്ങിയ ദേശത്തൂടെ കറന്നുപോയി. അതേ സ്ഥലത്ത് ശത്രു കയറി, ഫറവോനും കൂട്ടരും. അതേ വെള്ളം അവരുടെ മേൽ വീണു, അവരെല്ലാം ചത്തുപോയി. ഇന്നും അതിന് എവിഡൻസ് അവിടെയുണ്ട്. എങ്ങനെയുണ്ട്? അപ്പം ദൈവമക്കളോട് അടുക്കുമ്പോൾ സൂക്ഷിക്കണം.
നീ ആത്മാവിനാണോ നിൽക്കുന്നത്? അല്ല എങ്കിൽ പറയണം, കർത്താവേ പരിശുദ്ധാത്മാവിൽ എന്നെ ഇന്ന് നിറയ്ക്കണേ. കവചം, അതായത് കവചം നമ്മൾ മറയ്ക്കുകയാണ്. മക്കൾ ശരിയായിട്ടില്ല കർത്താവേ, എങ്കിലും മറച്ചോണമേ. അപ്പം ഞാനൊക്കെ ഈ വചനം ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത് എൻ്റെ അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയാണ്. എപ്പോഴും അമ്മ പറയും, നീ പറയും, എന്നെക്കാട്ടി കൂടുതൽ വചനം പറയും. ഞാൻ പറയും, അമ്മച്ചിക്ക് വേറെ ജോലിയൊന്നുമില്ല. ആ പറഞ്ഞ വ്യക്തിയാണ് നിയമം മാറ്റി, ലോക നിയമം മാറ്റി വെപ്പിച്ചിട്ട് ഇങ്ങനെ എറണാകുളത്ത് ലോ പഠിച്ച് അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്ററേറ്റ് ലോ പഠിച്ചു കഴിഞ്ഞ് അവിടെയും പ്രാക്ടീസ് ചെയ്ത് ഹൈക്കോർട്ടിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ദൈവം പറഞ്ഞു, ജീവനുള്ള നിയമം പഠിക്കുകയെന്ന്. അപ്പോൾ ഒരു പ്രാഗൽഭ്യമുണ്ട്. മാറ്റിയത് ദൈവമാണെങ്കിൽ അവനറിയാം എന്താണ്. വീട് പണിയുന്നത് എൻ്റെ വീട് പണിയുന്നത് എന്തുകൊണ്ട്? മക്കൾ പണിയാൻ സമയമാകുമ്പോൾ അവരെ കൊണ്ടും വിശുദ്ധ വീട് തന്നെ പണിയിപ്പിക്കും. നമ്മൾ ഉറയ്ക്കണം ആദ്യമേ. ഞാൻ പൊന്നുകൊണ്ടും മുത്തുകൊണ്ടും പിന്നെന്താ വിലപിടിപ്പുള്ള രത്നക്കല്ലുകൾ കൊണ്ടും എൻ്റെ ഭവനം, അതാണ് എൻ്റെ വാസസ്ഥലം. അതിനൊരു മഹത്വമില്ലേ? കർത്താവിൻ്റെ കിരീടത്തിന്, അതായത് കർത്താവിന് പല കിരീടങ്ങളുണ്ട് കേട്ടോ. ഈ പല കിരീടങ്ങൾ ഒരാൾക്കേ വെക്കാനൊക്കത്തുള്ളൂ. നമുക്കൊക്കെ ഒരു കിരീടം വെക്കാൻ. യേശുവിൻ്റെ തലയിൽ പല കിരീടങ്ങളാണ്. അത് വെളിപ്പാടിൽ എഴുതിയിട്ടുമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെവിടെയാണ്? തലയിൽ അനേകം രാജമുടികൾ യേശുവിൻ്റെ. വെളിപ്പാട് 19:12 ഇതൊക്കെ വായിച്ച് നോക്കണം, എടുത്തിരുന്ന്. ആരായി യേശു? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഭവനം പണിയുന്നു. എൻ്റെ ഭവനം മുത്തിനാലും രത്നക്കല്ലുകളാലും സ്വർണത്താലും. അത് പണിയുമ്പോൾ അത് പണിത് തീർന്ന അനേകർ അതിൽ വരും, ആകർഷിക്കും. നമ്മുടെ മക്കൾ പുറകെ വരും. വരാതെ എവിടെ പോകാനാ അപ്പച്ച? അവരെവിടെ പോയിരുന്നാലും നീ കണ്ടിട്ടുണ്ട്. നിൻ്റെ അധീനതയിൽ നിന്നും നിൻ്റെ ജൂറിസ്ട്രിക്ഷനും പുറത്തോട്ടവർക്ക് പോകാനൊക്കത്തില്ലല്ലോ അപ്പച്ച. അത് അനേക അമ്മമാരുടെ അപ്പന്മാരുടെ കണ്ണുനീരിൽ നീ ഇന്ന് ഉത്തരം തരുന്ന ദിവസമാണ്. സെൻഡ് ഏഞ്ചൽസ്, അറസ്റ്റ് ദം, ബ്രിങ് ദം ബാക്ക്. ഗബ്രിയേല്, മീഖായേല്, യൂറിയേല്, വിശുദ്ധന്മാർ, പിതാക്കന്മാർ സകലരും ഒരുപോലെ നിന്ന് കാണുന്ന യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിച്ച് ഭവനം പണിയുന്ന ദൈവം ഭവനത്തിൽ വസിക്കേണ്ട മക്കളെ ഇപ്പോൾ ഈ സമയം തിരിച്ചു കൊണ്ടുവരുന്നതിന് നന്ദിയോടെ സ്തോത്രം. കർത്താവ് മുമ്പിൽ നിന്ന, സേനയുടെ അധിപൻ മുൻപിൽ നിന്ന ഭയം എവിടെയാ പച്ച? നീ അധികാരത്തോടെ മുൻപേ പോകുന്നതിന് നന്ദി പറയുന്നു പച്ച. അധികാരത്തിൻ്റെ ചെങ്കോലിൽ നിന്ന് നീട്ടിത്തന്നതിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രവർത്തിച്ചിട്ട് വചനമയച്ചത് പ്രവർത്തിക്കാതെ തിരിച്ചു വരില്ല. ഈ വചനം സത്യവും ജീവനുമാകിയാൽ ചെന്നുകൊള്ളുന്നിടത്ത് പ്രവർത്തിച്ചിട്ട് ഫലവത്തായിട്ട് തിരിച്ചു വരുന്നു. മക്കളും മരുമക്കളും കൊച്ചുമക്കളും മാറി നിൽക്കുന്ന അനേക സഹോദരി സഹോദരന്മാർ, വെറുതെ വഴക്കുണ്ടാക്കുന്നവർ, വെറുതെ മുള്ളിനോട് ഉതയ്ക്കല്ലേ എന്ന് ദൈവാത്മാവ് പറയുന്നു. ഒക്കത്തിനെയും കർത്താവ് ശുദ്ധീകരിച്ച് കൊണ്ടുവരുന്നു. ശത്രുവിന് പോലും അവന് വിശക്കുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കുക. അങ്ങനെ നീ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ തലമേൽ കർത്താവ് അഗ്നി ഇടുമെന്നാണ് നീ പറയുന്നു. ശത്രുവിനെ നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്? സകലത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം എഴുന്നള്ളി വന്നു കുടുംബമായിട്ട് അനുഗ്രഹിച്ച് ഭവനം പണിയുന്നവൻ അധികാരത്തോടെ ഭവനം ഏറ്റെടുത്തതിന് നന്ദി. പ്രാർത്ഥന. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന എല്ലാ കല്ലുകളെ ഒന്നിച്ചു കൊണ്ടുവന്ന് ജീവകല്ലാവുന്ന ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് പണിയുന്നതിന് നന്ദി പറയും. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.